ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചരിത്രത്തിലെ ചരിത്രത്തിലെ അവസാനത്തെ ടോപ്പിക്കാണ്. സക്സസ്ഫുള്ളി നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതുപോലെ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെ, ട്രാവൻകൂറിന്റെ ഹിസ്റ്ററി, അതുപോലെ നമ്മുടെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യം SCERT, പിന്നെ NCERT, പിന്നെ എക്സ്ട്രാ നോട്ട്സ്, അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇനിയും കാണാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്കമിങ് PSC എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് എന്നുള്ള രീതിയിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ട് അവസാനത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു 5-6 ക്ലാസ്സുകൾ അതിലുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഐക്യ കേരള പ്രസ്ഥാനം 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഹിസ്റ്ററിയിൽ അല്ലെ, ഹിസ്റ്ററിയിൽ കേരളം എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്തത് വരുന്നത് ഇന്ത്യയാണ്. പക്ഷെ നമ്മൾ ഇന്ത്യ അല്ല നോക്കാനായിട്ട് പോകുന്നത്, കാരണം ഹിസ്റ്ററിയിൽ നമുക്ക് ഒരുപാട് ടൈം കളയാനായിട്ട് നമ്മൾ പറ്റില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് നമ്മൾ പോകുന്നത് എക്കണോമിക്സ് ആണ് കേട്ടോ. എക്കണോമിക്സിന്റെ ടോപ്പിക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ എക്കണോമിക്സ് ഇതിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ആദ്യം SCERT, പിന്നെ NCERT, പിന്നെ എക്സ്ട്രാ നോട്ട്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് SCERT ആണ് കേട്ടോ. SCERTയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് മലബാർ. ഓക്കെ, മലബാറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, മലബാറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട്സ് എഴുതുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട്സ് ഞാൻ പറയുന്ന രീതിയിൽ എഴുതിയിട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇതുണ്ടോ സ്പെഷ്യൽ നോട്ട്സും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് SCERT ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പോവാം. NCERT ഇതിനെക്കുറിച്ച് വലുതായി കൊടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. നമുക്കപ്പോൾ SCERT നമുക്ക് ബാക്കി നമുക്ക് കാര്യമായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട്സ് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ എഴുതാൻ തുടങ്ങിക്കോളൂ. ഓക്കെ, എന്താണ്? 1-ാം ലോകയുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. ഓക്കെ, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം എഴുതിക്കോണേ. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടന്നു. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടക്കുന്ന വർഷം എന്ന് പറയുന്നത് 1916 അതിന്റെ അധ്യക്ഷത എന്ന് പറയുന്നത് ആരാണ്? അതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് ആനി ബസന്റ് ആണ്. ആരുടെ അധ്യക്ഷതയിലാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആനി ബസന്റ്. ഓക്കെ, എവിടെ വെച്ചാണ് നടക്കുന്നത്? പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. KP കേശവ മേനോൻ, എന്താണ്? KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, എന്താണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മാധവൻ നായർ, മാധവൻ നായർ, മൊയ്തു മൗലവി, MP നാരായണ മേനോൻ, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. ഓക്കെ, ചിലപ്പോൾ ഒരു 4-5 പേരുകൾ തരും, എന്നിട്ട് അതിൽ എക്സ്ട്രാ വേറെ ഏതെങ്കിലും ഒരു പേര് ആഡ് ചെയ്തിട്ട് ഇവരിൽ ആരാണ് മലബാറിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പെടാത്തതെന്ന് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേരുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മാധവൻ നായർ, മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പൊ മലബാർ എന്തുകൊണ്ടാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് വരണ്ട, കാരണം നമ്മൾ രാഷ്ട്രീയ ചരിത്രങ്ങളാണ് പഠിക്കുന്നത് അല്ലേ. കോൺഗ്രസ് കണ്ടോ, നമ്മുടെ കോൺഗ്രസിന്റെ ഒക്കെ പഴയ രാഷ്ട്രീയ ചരിത്രങ്ങൾ 1957 ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ മറക്കരുത്. ഓക്കെ, അടുത്ത എന്താണ്? 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഓക്കെ, അപ്പൊ ആദ്യത്തെ നടന്നത് എപ്പോഴാണ്? അത് 1916 അവസാനത്തെ നടന്നത് എപ്പോഴാണ്? 1920 വേദി എവിടെയായിരുന്നു? അത് മഞ്ചേരിയിലായിരുന്നു കേട്ടോ. മഞ്ചേരിയിലായിരുന്നു അവസാനത്തെ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. ഓക്കെ, അപ്പൊ അവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇമ്പോർട്ടന്റ് ആണ്. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയവയായിരുന്നു ചർച്ച ചെയ്തത്. ഓക്കെ, 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി. അപ്പോൾ അടുത്ത ചോദ്യം വരാം. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും നമ്മുടെ കോഴിക്കോട് എത്തിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ എന്താണ്? 1920 എത്തിയത്. അവർ എന്തിനാണ് എത്തിയത്? അതായത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട്. എപ്പോഴാണ് വരുന്നത്? 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു
പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ഓക്കെ, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പൊ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അത് മൗലവി കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുഹമ്മദ് മൗലവി ട്ടോ. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും പ്രസിഡന്റായി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറി ആയിട്ടും ഖിലാഫത്ത് കമ്മിറ്റിയിൽ രൂപീകരിച്ചു. ഓക്കെ, അപ്പൊ ഈ രണ്ട് പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഓക്കെ, സെക്രട്ടറി. അപ്പൊ ഇവര് രൂപീകരിച്ചു. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിൽ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെ പൊതുവെ മലബാർ കലാപം 1921 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മലബാർ കലാപത്തെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലും ഇത് വരുന്നത് കൊണ്ട് നോക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ഇത് നോക്കി വെക്കാം. മലബാർ കലാപം നടന്നത് എന്നാണ്? 1921. ഓക്കെ, അടുത്തത് നോക്കിയാലോ. അടുത്തത് തിരുവിതാംകൂർ കേട്ടോ. തിരുവിതാംകൂറിന്റെ കാര്യങ്ങൾ നോക്കണം. എന്താണ് തിരുവിതാംകൂറിൽ എന്ന് പറയുമ്പോൾ, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയിട്ടാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത്. അപ്പോൾ മലയാളി മെമ്മോറിയൽ ആരംഭിക്കുന്നത് എന്നാണ്? 1891. എന്തായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു പ്രക്ഷോഭത്തിന്റെ കാരണം എന്ന് പറയുന്നത്? ഇമ്പോർട്ടന്റ് ആണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ, ആരുടെയാണ്? ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇത് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇത് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെട്ടു. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ചു. ഓക്കെ, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1891 ഡോക്ടർ പൽപ്പു ഇടപെട്ടിട്ടുള്ള ഈഴവരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1896. ഓക്കെ, അപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ നമ്മുടെ തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ടുള്ള രാമകൃഷ്ണപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തെ നാട് കടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാര് 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്താണ്? തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. കാരണം എന്താണ്? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാര് 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. ഓക്കെ, നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത് 1932 കേട്ടോ. NV ജോസഫ്. ആരാണ്? NV ജോസഫ്. അതുപോലെ തന്നെ PK കുഞ്ഞ്. NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ C കേശവൻ. PK കുഞ്ഞും C കേശവനും, NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായിട്ടുള്ള ഈ സമരം നടന്നത്. എന്തിനാണ് നടന്നത്? ഉത്തരവാദ ഭരണത്തിനായിട്ടുള്ള ഈ സമരം നടന്നത്. 1938 പട്ടം താണുപിള്ള നമ്മുടെ പ്രസിഡന്റായിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. ഓക്കെ, അപ്പൊ പുന്നപ്ര വയലാർ സമരത്തോട് കൂടിയിട്ട്
ഇതിലോട്ട് വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതിൽ ഇനി അടുത്ത് നോക്കേണ്ട എന്താണ് 1938 പട്ടം താണുള്ള പ്രസിഡന്റായ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ഓക്കെ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നമ്മുടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. നമ്മൾ രാഷ്ട്രീയം നോക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് 1938 പറഞ്ഞു. ഇനി പറയുന്ന ഇതിലില്ലാത്ത കാര്യങ്ങളാണ്, ജസ്റ്റ് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, 1938 എപ്പോഴാണ്? ഫെബ്രുവരി 23. എപ്പോഴാണ്? ഫെബ്രുവരി 23. ഓക്കെ, ഫെബ്രുവരി 23 തിരുവനന്തപുരത്ത്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഇത് രൂപം കൊള്ളുന്നത്. ഓക്കെ, 1938 ഫെബ്രുവരി 23 തിരുവനന്തപുരത്തിലാണ് ഇത് രൂപം കൊള്ളുന്നത്. എന്താണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? അത് പട്ടം താണുപിള്ളയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ പട്ടം താണുപിള്ളയാണ്. അപ്പോ ഇതിന്റെ മറ്റ് കുറച്ച് നേതാക്കൾ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു എന്നറിയോ? അതായത് നമ്മുടെ C കേശവൻ. ആരാണ്? C കേശവൻ ഇതിന്റെ ഒരു നേതാവാണ്. പിന്നെ വ്യക്തി എന്ന് പറയുന്നത് TM വർഗീസ്. ആരാണ്? TM വർഗീസ് ഇതിന്റെ വേറൊരു നേതാവാണ്. അതുപോലെ തന്നെ നമ്മുടെ PK കുഞ്ഞ്. ആരാണ്? PK കുഞ്ഞ് ഇതിന്റെ വേറൊരു നേതാവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ ഈ ന്യൂനപക്ഷ അവകാശം ഉണ്ടല്ലോ, അതിന്റെ സംരക്ഷണത്തോട് കൂടിയിട്ടുള്ള ഉത്തരവാദ ഭരണം. എന്താണ്? നമ്മുടെ ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തോടു കൂടെയുള്ള ഉത്തരവാദ ഭരണം അല്ലെ, ഇത് അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഉത്തരവാദ ഭരണത്തിനായിട്ടുള്ള സമരം. ഓക്കെ, അതാണ് സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ് ഇതിന്റെ? അപ്പൊ ഈ ഒരു നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ഈ കമ്മിറ്റിയിൽ വന്നിട്ട് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ പട്ടം താണുപിള്ളയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിന്റെ അധ്യക്ഷൻ ആരാണ്? ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് CV കുഞ്ഞിരാമനാണ്. ആരാണ്? CV കുഞ്ഞിരാമനാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് CV കുഞ്ഞിരാമനാണ്. CV കുഞ്ഞിരാമനാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, CV കുഞ്ഞിരാമനാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. CV കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? അത് 1938 തന്നെയാണ്. എപ്പോഴാണ്? 1938 തന്നെയാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ നമ്മുടെ ഈ മ്യൂസിയം ഉണ്ട് കേട്ടോ. ഇതിനൊരു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനത്തിന് ഒരു വേദിയുണ്ട്. ആ വേദി എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ് കേട്ടോ. വട്ടിയൂർക്കാവാണ് ഇതിന്റെ വേദി എന്ന് പറയുന്നത്. വട്ടിയൂർക്കാവിൽ തന്നെ സ്വാതന്ത്ര്യ സ്മാരകത്തിനും മ്യൂസിയത്തിനും തറക്കല്ലിട്ട വ്യക്തി ആരാന്നറിയോ? അത് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് കേട്ടോ. ഇതിന്റെ സ്വാതന്ത്ര്യ സ്മാരകത്തിനും അതുപോലെ തന്നെ മ്യൂസിയത്തിനും തറക്കല്ലിട്ടത് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്. ഓക്കെ, അപ്പൊ അത് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, ഞാൻ എന്നാലും ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് കേട്ടോ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തെന്ന് പറയുന്നത് കൊച്ചിയാണ്. കൊച്ചി അല്ലെ. കൊച്ചിയെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? ദിവാനായ ഷൺമുഖം ഷെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ എന്താണ്? ദിവാനായിട്ടുള്ള നമ്മുടെ ഷൺമുഖം ഷെട്ടി എന്ന് പറയുന്നത് നമ്മുടെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെ തുടർന്ന് നടന്ന ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം ഏതാണ്? 1936 കേട്ടോ. 1936 ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണത്തിനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ ഇത് തിരുവിതാംകൂറിനെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്താണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. ഇക്കണ്ട വാര്യർ. ആരാണ്? ഇക്കണ്ട വാര്യര്, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പൊ ഇവിടെ മുതൽ നോക്കണം. ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത് 1936 അപ്പോൾ ഇവിടെ മുതൽ നോക്കുക. 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. ഇക്കണ്ട വാര്യർ, പനമ്പുള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പൊ നമുക്ക് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്?
അതായത് കൊച്ചിയിൽ കേട്ടോ, നമ്മുടെ കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട സംഘടനയാണ് എന്താണ്, കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടതാണ് നമ്മുടെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ 1941 എപ്പോഴാണ്, 1941 രൂപം കൊള്ളുന്നത്. എപ്പോഴാണ്, ജനുവരി 26 എപ്പോഴാണ്, ജനുവരി 26 ഇത് രൂപം കൊള്ളുന്നത്. ജനുവരി 26 ഇത് രൂപം കൊള്ളുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്, ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ആരാണ്, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള നേതാക്കൾ ആരൊക്കെയാണ്, ബാക്കിയുള്ള നേതാക്കൾ എന്ന് പറയുന്നത് ഇക്കണ്ട വാര്യര്, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ. ഓക്കെ, ഇവരാണ് ഇതിന്റെ മറ്റുള്ള നേതാക്കൾ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതില് കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം ഏതാണ്, ഉത്തരവാദിത്ത ഭരണ പ്രകാരം കേട്ടോ, അല്ലെങ്കിൽ ഉത്തരവാദിത്ത ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം എന്ന് പറയുന്നത് 1947 എന്നാണ്. 1947 നമ്മുടെ ഓഗസ്റ്റ് 14, ഓഗസ്റ്റ് 14നാണ് ഇത് രൂപം കൊള്ളുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്, ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ്. എവിടെയാണ്, ഇരിഞ്ഞാലക്കുടയിലാണ് ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ്. അപ്പോ കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്, കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ആയ വ്യക്തി എന്ന് പറയുന്നത് അത് ഇദ്ദേഹമാണ്. ആരാണ്, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ഓക്കെ, ആരാണ്, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് നമ്മൾ പോവാണ്, ഐക്യ കേരളത്തിലേക്ക്. ഓക്കെ, ഐക്യ കേരളത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ എന്താണ് ആദ്യം വരുന്നത്, ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണ മേഖലകളിലായിട്ട് ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. ഓക്കെ, 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ കോൺഗ്രസ് നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ച സമ്മേളനം ഏതാണ്, അത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ഇമ്പോർട്ടന്റ്. ഓക്കെ, എന്താണ്, 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1-ാം കേരള നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. അപ്പൊ കേരളത്തിന്റെ 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് എന്നാണ്, 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഓക്കെ, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അല്ലെ, ഇതിൽ തന്നെ എത്ര ചോദ്യങ്ങളാണ് നോക്കിയേ. അപ്പോൾ ബാരിസ്റ്റർ ടി പ്രകാശം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്, ആന്ധ്ര കേസരി. അല്ലെ, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്, ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു. അപ്പോൾ ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു, അത് നമ്മുടെ ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ വേറൊന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ഓക്കെ, അടുത്ത എന്താണ്, ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചു. 1947 നോട്ട് ചെയ്തോളൂ കേട്ടോ. 1947 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ. ഓക്കെ, അപ്പൊ 1947 കേളപ്പന്റെ അധ്യക്ഷതയിലാണ് തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കൺവെൻഷനിലും സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. എന്താണ് രൂപീകരിക്കുന്നത്, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ PSCയുടെ അടുത്ത ഇഷ്ട ചോദ്യമാണ് അല്ലെ, 1.25 കോടി മലയാളികൾ എഴുതിയത് ആരാണെന്നുള്ളത്. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 2 എണ്ണത്തിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ 1.25 കോടി മലയാളികൾ എഴുതിയത് ആരാണ്, EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായിട്ട് പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1
കേരള സംസ്ഥാനം രൂപീകൃതമായി. കേരള സംസ്ഥാനം നിലവിൽ വരുന്ന വർഷം ഏതാണ്? 1956 നവംബർ 1-നാണ്. അപ്പൊ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള ഏതാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിട്ട് തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇത് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ തിരുക്കൊച്ചിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. തിരുക്കൊച്ചി നിലവിൽ വരുന്നത്, തിരുക്കൊച്ചിയായിട്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നത് 1949 ജൂലൈ 1-നാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി എന്ന് പറയുന്നത് പറവൂർ TK നാരായണ പിള്ളയാണ് കേട്ടോ. അതായത് പറവൂർ TK നാരായണ പിള്ളയാണ് ഇതിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത്. അപ്പൊ ഇതിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? ഇതിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ആരാണ്? പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് ഇതിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് SCERT ഉള്ളത് കേട്ടോ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 1956 ശേഷമുള്ള നമ്മുടെ ചരിത്രമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ SCERT പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലെ. NCERT ഇതിനെക്കുറിച്ച് അങ്ങനെ വലുതായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അതിലില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ രാഷ്ട്രീയ കേരള നമ്മുടെ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോ കേരളത്തില് 1956 ശേഷം കേരളത്തിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ്? കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1957 ഫെബ്രുവരി 28 എന്നാണ്. 1957 ഫെബ്രുവരി 28-നാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓക്കെ, അപ്പോ ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് 114 മണ്ഡലങ്ങളിലേക്കാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. എത്ര സീറ്റുകളാണ് ഉണ്ടായിരുന്നത്? ആകെ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 126 126 സീറ്റുകളാണ് അന്ന് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം, വോട്ടല്ല നമ്മുടെ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 60 സീറ്റുകളാണ്. അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് 60 സീറ്റുകളാണ്. ഓക്കെ, ഒന്നാം നിയമസഭ നിലവിൽ വരുന്നത് എന്നാണ്? 1957 ഏപ്രിൽ 1-നാണ് ഒന്നാമത്തെ നിയമസഭ നിലവിൽ വരുന്നത്. ഓക്കെ, ഏപ്രിൽ 1-ന്. അപ്പൊ മന്ത്രിസഭ നിലവിൽ വരുന്നത് എന്നാണ്? 4 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 5-ാം തീയതി. ഓക്കെ, 1957 ഏപ്രിൽ 5-ാം തീയതിയാണ് ഒന്നാമത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത്. ഒന്നാമത്തെ മന്ത്രിസഭയില് 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. എന്താരാണ്? 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു വനിതയാണ് ഉണ്ടായിരുന്നത്. ആരാണ്? അതാണ് KR ഗൗരി അമ്മ എന്ന് പറയുന്നത്. ഒരു വനിത എന്ന് പറയുമ്പോൾ ഒരു വനിതാ മന്ത്രി കേട്ടോ. അപ്പോ 11 മന്ത്രിമാരിൽ ഒരു വനിതാ മന്ത്രിയാണ് ഉണ്ടായിരുന്നത്. അത് KR ഗൗരി അമ്മയാണ്. ഓക്കെ, 6 വനിതാ അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നാം കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 6-ആണ്. മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് അത് 1-ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാം മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ്. അപ്പൊ ഇനി ഇതിൽ പറയാനായിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ. എന്താണ്? ഒന്നാമത്തെ മന്ത്രിസഭയിലെ ഓരോ വ്യക്തികളും അവര് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ മന്ത്രിമാരും അവര് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന വകുപ്പുമാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. ആരാണ് ഒന്നാമത്തെ കേരള മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, രണ്ടാമത്തെ ആരോഗ്യമന്ത്രി ആരാണ്? AR മേനോനാണ്. ആരാണ്? AR മേനോനാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. റവന്യൂവും എക്സൈസും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ മന്ത്രിസഭയിൽ ആകെ വനിതാ മന്ത്രി എന്ന് പറയുന്നത് KR ഗൗരിയമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ ഗൗരിയമ്മ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് റവന്യൂവും എക്സൈസുമാണ്. ഓക്കെ, നിയമം വൈദ്യുതി മന്ത്രി ആരാണ്? അത് VR കൃഷ്ണയ്യരാണ്. ഓക്കെ, വിദ്യാഭ്യാസം സഹകരണം. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് നമ്മുടെ? അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. തദ്ദേശ സ്വയംഭരണം മന്ത്രി ആരായിരുന്നു? PK ചാത്തൻ മാസ്റ്റർ. ഓക്കെ, പൊതുമരാമത്ത്
മരാമത്ത് മന്ത്രി ആരാണ്? അത് ടി.എ. മജീദാണ്. ആരാണ്? ടി.എ. മജീദാണ്. ഓക്കെ. വ്യവസായ മന്ത്രി ആരാണ്? കെ.പി. ഗോപാലൻ. കെ.പി. ഗോപാലൻ. വനം ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്നത് കെ.സി. ജോർജ് ആണ്. ആരാണ്? കെ.സി. ജോർജ് ആണ്. ഓക്കെ. തൊഴില് ഗതാഗതം എന്ന് പറയുന്നത് ടി.വി. തോമസ് ആണ്. ആരാണ്? ടി.വി. തോമസ് ആണ്. ഓക്കെ. അച്യുതമേനോൻ ഏതായിരുന്നു വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം ധനകാര്യമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ധനകാര്യ വകുപ്പാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും പേരെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക തന്നെ വേണം. ഓക്കെ. അപ്പൊ അടുത്തെന്ന് പറയുന്നത് കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? അത് കെ.ആർ. ഗൗരിയമ്മയാണ്. കെ.ആർ. ഗൗരിയമ്മയാണ് ആദ്യത്തെ വനിതാ മന്ത്രി എന്ന് പറയുന്നത്. കേരള നിയമസഭയിൽ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാണ്? അത് റോസമ്മ പുന്നൂസ് ആണ്. ആരാണ്? റോസമ്മ പുന്നൂസ് ആണ് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഓക്കെ. റോസമ്മ പൊന്നൂസാണ് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് റോസമ്മ പൊന്നൂസാണ്. അപ്പൊ ഇവിടെ എന്താ ഈ വർഷം കൊടുത്തിരിക്കുന്നതെന്നറിയോ? നമ്മുടെ 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ 10ാമത്തെ നിയമസഭയിലായിരുന്നു ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഏതായിരുന്നു നിയമസഭ എന്ന് പറയുന്നത്? അത് നമ്മുടെ 10ാമത്തെ നിയമസഭയായിരുന്നു. അതിൽ 13 പേരാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആരാണ്? 13 ആണ്. ഓക്കെ. ഏറ്റവും കുറവുണ്ടായിരുന്ന നിയമസഭ ഏതാണ്? അത് 13ാം നിയമസഭയാണ്. ഓക്കെ. അപ്പൊ ഈ 13ൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അതും കെ.ആർ. ഗൗരിയമ്മ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തില് ഉപമുഖ്യമന്ത്രിമാർ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? കേരളത്തിലെ ഉപമുഖ്യമന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 3 പേരാണ്. ആരൊക്കെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആർ ശങ്കർ, CH മുഹമ്മദ് കോയ, അവുക്കാദർ കുട്ടിനഹ. ആരൊക്കെയാണ്? ആർ ശങ്കർ, CH മുഹമ്മദ് കോയ, അതുപോലെ തന്നെ അവുക്കാദർ കുട്ടിനഹ എന്നിവരാണ് ഇതിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തനം അനുഷ്ഠിച്ച വ്യക്തിയാണ് അവുക്കാദർ എന്ന് പറയുന്നത്. ആരാണ്? അവുക്കാദർ കുട്ടിനഹ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് നമ്മുടെ കെ.ആർ. നാരായണനാണ് കേട്ടോ. നമ്മുടെ നിയമസഭന്റെ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കെ.ആർ. നാരായണനാണ് കേട്ടോ. അപ്പോ എന്നാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്? 1998. എപ്പോഴാണ്? 1998 മെയ് 22. എപ്പോഴാണ്? മെയ് 22-നാണ് അതിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നത്. അപ്പൊ ഇതിന് തറക്കല്ലിട്ട പ്രസിഡന്റ് ആരായിരുന്നു? അന്ന് തറക്കല്ലിട്ടുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? അത് നീലം സഞ്ജീവ റെഡ്ഡിയാണ് കേട്ടോ. നീലം സഞ്ജീവ റെഡ്ഡിയാണ് അതിന് തറക്കല്ലിട്ട വർഷം ഏതാണ്? അത് 1979. എപ്പോഴാണ്? 1979 ജൂൺ 4-ന്. എപ്പോഴാണ്? ജൂൺ 4-നാണ് അദ്ദേഹം തറക്കല്ലിടുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഓർത്തു വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായ ആദ്യത്തെ വനിത ആരാണ്? കേരളത്തിൽ നിന്നും പാർലമെന്റ് അംഗമായിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ആനി മസ്ക്രിൻ ആണ്. ആരാണ്? ആനി മസ്ക്രിൻ ആണ്. രാജ്യസഭ അംഗമായ ആദ്യത്തെ വനിത ഏതാണ്? കേരളത്തിൽ നിന്നും രാജ്യസഭ അംഗമായ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ഭാരതി ഉദയഭാനു. ആരാണ്? ഭാരതി ഉദയഭാനു ആണ്. ഓക്കെ. ആദ്യത്തെ സ്പീക്കർ, കേരളത്തിന്റെ ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ആർ ശങ്കരനാരായണൻ തമ്പിയാണ്. ആരാണ്? ആർ ശങ്കരനാരായണൻ തമ്പി. രണ്ടാമത്തെ സ്പീക്കർ, കേരളത്തിന്റെ രണ്ടാമത്തെ സ്പീക്കർ എന്ന് പറയുന്നത് KM സീതി സാഹിബാണ്. ആരാണ്? KM സീതി സാഹിബാണ് കേരളത്തിന്റെ രണ്ടാമത്തെ സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? AN ഷംസീർ ആണ് കേട്ടോ. AN ഷംസീർ ആണ് നിലവിലെ സ്പീക്കർ എന്ന് പറയുന്നത്. അദ്ദേഹം 24ാമത്തെ സ്പീക്കറാണ്. എത്രാമത്തെയാണ്? 24ാമത്തെ സ്പീക്കറാണ്. ഓക്കെ. അപ്പോ നമ്മുടെ ആദ്യത്തെ പ്രോട്ടോം സ്പീക്കർ ആരാണ്? റോസമ്മ പുന്നൂസാണ്. അപ്പൊ നമ്മൾ അപ്പോഴേ പറഞ്ഞിരുന്നു അല്ലെ, എന്താണ് നമ്മുടെ കേരള നിയമസഭയിൽ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? റോസമ്മ പുന്നൂസാണ്. അവരുടെ റോൾ എന്തായിരുന്നു? അവർ കേരളത്തിന്റെ ആദ്യത്തെ പ്രോട്ടോം സ്പീക്കർ ആയിരുന്നു. ആരാണ്? പ്രോട്ടോം സ്പീക്കറാണ്. ഓക്കെ. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? അത് KO ഐഷാബായി ആണ്. ആരാണ്? KO ഐഷാബായി ആണ്. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിട്ട് സേവനം അനുഷ്ഠിച്ചത് ആരാണ്? അത് വക്കം പുരുഷോത്തമനാണ്. ആരാണ്? വക്കം പുരുഷോത്തമനാണ്. കാലാവധി തികച്ചത് ആരാണ്? അത് M വിജയകുമാറാണ്. M വിജയകുമാർ. ഏറ്റവും കുറച്ചു കാലമായിട്ട് കുറച്ചു കാലം സ്പീക്കറായിട്ട് സേവനം അനുഷ്ഠിച്ചത് ആരാണ്? അത് AC ജോസ് ആണ്. ആരാണ്? AC ജോസ് ആണ്. അപ്പൊ നമ്മുടെ നിലവിലെ സ്പീക്കർ എന്ന് പറയുന്നത് AN ഷംസീർ ആണെന്ന് പറഞ്ഞു. നിലവിലെ പ്രോട്ടോം സ്പീക്കർ ആരാണ്? അത് PTA റഹീമാണ്. ആരാണ്? PTA റഹീമാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ചിറ്റയം ഗോപകുമാർ
ഗോപകുമാർ. ആരാണ്? ചിറ്റയം ഗോപകുമാർ. ഓക്കെ, ആദ്യത്തെ ബഡ്ജറ്റ്, ഓക്കെ, കേരള നിയമസഭയിൽ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? സി അച്യുത മേനോൻ. എന്നാണ് അവതരിപ്പിച്ചത്? അദ്ദേഹം 1957 ജൂൺ 7-നാണ് കേരളത്തിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? അത് KM മാണിയാണ്. എത്ര തവണയാണ്? 13 തവണയാണ് അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? തോമസ് ഐസക് ആണ്. 3 മണിക്കൂർ 18 മിനിറ്റ്. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. എന്നാലും ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? തോമസ് ഐസക് ആണ്. 3 മണിക്കൂർ 18 മിനിറ്റ് ആണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? അത് കെ കരുണാകരനാണ്. ആരാണ്? കെ കരുണാകരനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത്. ഏറ്റവും കൂടുതൽ കാലമാണെങ്കിൽ അത് EK നയനാരാണ്. ആരാണ്? EK നയനാരാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത്. ഓക്കെ, തുടർച്ചയായിട്ടാണെങ്കിൽ ആരാണ്? അത് പിണറായി വിജയനാണ്. അല്ലെ, പിണറായി വിജയനാണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഇപ്പോഴത്തെ നിയമസഭ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ പരീക്ഷയ്ക്കടക്കം ഇതിൽ നിന്നും ചോദ്യം വന്നിട്ടുള്ളതാണ്. അല്ലേ, അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ഇതിപ്പോ മാറാനുള്ളൊരു ടൈം ആയതുകൊണ്ടും തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെ, അടുത്ത ഇലക്ഷനൊക്കെ ആവാറായിട്ടുണ്ട്. 2026 അടുത്ത ഇലക്ഷൻ വരാറായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ കേരളത്തിന്റെ 15ാമത്തെ കേരള നിയമസഭ എത്രാമത്തെയാണ്? 15ാമത്തെ കേരള നിയമസഭ. ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ റോള്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. അല്ലെ, അടുത്ത എന്താണ്? ശ്രീ കെ രാജൻ. അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? അദ്ദേഹം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയാണ്. എന്താണ്? റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയാണ്. റോഷി അഗസ്റ്റിൻ, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആളുകളിൽ ഒരു വ്യക്തിയാണ് റോഷി അഗസ്റ്റിൻ. എന്താണ് അദ്ദേഹം? ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. ശ്രീകൃഷ്ണൻകുട്ടി എന്താണ്? വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. എന്താണ്? വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. ശ്രീ AK ശശീന്ദ്രൻ എന്താണ്? വന്യജീവി വകുപ്പ്. എന്താണ്? വന്യജീവി വകുപ്പ് മന്ത്രി. ഓക്കെ, ശ്രീ അഹമ്മദ് ദേവർ കോവിൽ എന്താണ്? തുറമുഖം മ്യൂസിയം ആർക്കിയോളജി വകുപ്പ്. എന്താണ്? തുറമുഖം മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി. ഓക്കെ, അഡ്വക്കേറ്റ് ആന്റണി രാജു എന്താണ്? ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ശ്രീ വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത് സ്പോർട്സ് വഖഫ് ഹജ്ജ് കാര്യ മന്ത്രിയാണ്. അഡ്വക്കേറ്റ് ജി ആർ അനിൽ എന്ന് പറയുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ്. ശ്രീ KN ബാലഗോപാൽ എന്താണ്? ധനകാര്യ വകുപ്പ് മന്ത്രി. ഡോക്ടർ ആർ ബിന്ദു എന്താണ്? ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ്. ശ്രീമതി ചിഞ്ചു റാണി എന്താണ്? ശ്രീമതി ജെ ചിഞ്ചു റാണി മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയാണ്. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ എന്താണ്? തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് എന്താണ്? പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയാണ്. അല്ലെ, ടൂറിസം മന്ത്രിയാണ്. ശ്രീ P പ്രസാദ് എന്താണ്? കൃഷി വകുപ്പ് മന്ത്രിയാണ്. ശ്രീ K രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി. ശ്രീ P രാജീവ് എന്താണ്? നിയമ വ്യവസായ കയർ വികസന വകുപ്പ് മന്ത്രി. ശ്രീ സജി ചെറിയാൻ എന്താണ്? മത്സ്യബന്ധന സാംസ്കാരിക കാര്യ യുവജനകാര്യ വകുപ്പ് മന്ത്രി. ശിവൻകുട്ടി എന്താണ്? പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി. അല്ലെ, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തി ഇദ്ദേഹമായിരിക്കും അല്ലെ. ഓക്കെ, അടുത്ത എന്താണ്? ശ്രീ VN വാസവൻ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി. ശ്രീമതി വീണ ജോർജ് എന്താണ്? ആരോഗ്യം വനിത ശിശു വികസന വകുപ്പ് മന്ത്രി. അല്ലെ, അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വനിതകൾ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഇതും കൂടാണ് കേട്ടോ. എത്ര വനിതാ മന്ത്രിമാരാണുള്ളത്? 3 വനിതാ മന്ത്രിമാരാണുള്ളത്. 4 പേരുടെ പേര് തന്നിട്ട് ഇതിൽ പെടാത്ത ആൾ ഏതെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. വനിതാ മന്ത്രിമാരെന്ന് പറയുന്നത് ശ്രീമതി ജെ ചിഞ്ചു റാണി, അതുപോലെ തന്നെ നമ്മുടെ വീണ ജോർജ് അല്ലെ, ഡോക്ടർ BR ബിന്ദു, ഇവരും ഇവരുടെ വകുപ്പും കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഇനി നമ്മളിതിൽ മാറ്റി പഠിക്കേണ്ട കാര്യം എന്താണ്? 1-2 ആളുകൾ മാറിയിട്ടുണ്ട് ഇതിൽ അല്ലെ. അപ്പോൾ ഞാനത് പറയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? നമ്മൾ ഇതും പഠിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിൽ ആരൊക്കെയാണ് മാറിയിരിക്കുന്ന വ്യക്തികൾ?
ഇതിൽ നമ്മുടെ എം.ബി. രാജേഷ് ട്ടോ. എം.ബി. രാജേഷ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? അദ്ദേഹം മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എക്സൈസ് ആൻഡ് പാർലമെന്ററി അഫയേഴ്സ്. എന്തൊക്കെയാണ്? മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എക്സൈസ് ആൻഡ് പാർലമെന്ററി അഫയേഴ്സിന്റെ മന്ത്രിയാണ് ശ്രീ എം.ബി. രാജേഷ് എന്ന് പറയുന്നത്. അടുത്ത വ്യക്തി ആരാണ്? അടുത്ത വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ OR കേളുവാണ് കേട്ടോ. ആരാണ്? OR കേളുവാണ്. അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും ആരാണ് മാറിയിട്ടുണ്ടായിരുന്നത്? ഇതിൽ നിന്നും നമ്മുടെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ കേട്ടോ. എന്താണ്? പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി. അദ്ദേഹം മാറി. അദ്ദേഹം മാറാനുള്ള റീസൺ എന്തായിരുന്നു? നമ്മുടെ ചേലക്കരയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നിട്ട് അദ്ദേഹം അതിലോട്ട് പോയി. അതുകൊണ്ടാണ് ഇതിൽ അദ്ദേഹത്തിന് പകരം റീപ്ലേസ് ചെയ്യപ്പെട്ട ആളാണ് OR കേളു എന്ന് പറയുന്നത്. പിന്നെ ആരാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? നമ്മുടെ ആന്റണി രാജു അല്ലെ. ആന്റണി രാജു അദ്ദേഹത്തിന് പകരം വന്നത് ആരാണ്? നമ്മുടെ എം.ബി. രാജേഷ് ആണ്. ആരാണ്? എം.ബി. രാജേഷ് അല്ല, നമ്മുടെ ഗണേഷ് കുമാർ. ഗണേഷ് കുമാറാണ് അദ്ദേഹത്തിന് പകരം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എം.ബി. രാജേഷ് വന്നതിന് ശേഷം അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം കേരളത്തിന്റെ സ്പീക്കർ ആയിരുന്നു അല്ലെ. അപ്പൊ അദ്ദേഹം വന്നതിന് ശേഷമാണ് നമ്മുടെ മറ്റു വ്യക്തിയെ അതിലോട്ട് പ്ലേസ് ചെയ്യപ്പെട്ടത് അല്ലെ. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ കേട്ടോ. ഒരു 3 പേര് ഇതിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതില് നമ്മുടെ ഇതാണ്ടോ AN ഷംസീർ കേട്ടോ. 24ാമത്തെ സ്പീക്കർ AN ഷംസീർ ആണ്. പേര് പെട്ടെന്ന് മറന്നുപോയി. AN ഷംസീർ. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോഴത്തെ സ്പീക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മുമ്പ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് എം.ബി. രാജേഷ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് പകരമാണ് ഇപ്പൊ അദ്ദേഹം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വകുപ്പുകൾ പഠിച്ചു വെക്കുക. മാറിയിട്ടുള്ള ആൾക്കാരുടെയും പെട്ടെന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത കാര്യം എന്താണെന്ന് നോക്കിയാലോ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. 1957. ഇതിലെല്ലാം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ മന്ത്രിമാര് 1957 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ. ജസ്റ്റ് ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണല്ലേ. അദ്ദേഹം ചുമതലയേൽക്കുന്നത് എന്നാണ്? 1957 ഏപ്രിൽ 5 മുതൽ ജൂലൈ 31 1959 വരെയാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതാരാണ്? പട്ടം താണപിള്ള. 1960 മുതൽ 62 വരെയാണ്. R ശങ്കർ. ഓക്കെ, കേരളത്തിന്റെ ആദ്യത്തെ നമ്മുടെ എന്താ UDFന്റെ കേട്ടോ കോൺഗ്രസ് മന്ത്രിയാണ് R ശങ്കർ എന്ന് പറയുന്നത്, മറക്കണ്ട. 62 മുതൽ 64 വരെ. EMS നമ്പൂതിരിപ്പാട് 67 to 69. അച്യുത മേനോൻ 69 to 70. അച്യുത മേനോൻ തന്നെ 70 to 77. കരുണാകരൻ എപ്പോഴാണ്? 77 to 77. അദ്ദേഹം കുറച്ചു കാലയളവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. AK ആന്റണി 77 to 78. PK വാസുദേവൻ നായർ എപ്പോഴാണ്? 78 to 79. CH മുഹമ്മദ് കോയ 79 to 79. EK നായനാർ 80 to 81. അപ്പൊ ഇതില് ചിലപ്പോ നമുക്ക് ഈ PK വാസുദേവൻ നായർ, അതുപോലെ മുഹമ്മദ് കോയ, ഇതൊന്നും നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള പേരുകളല്ല അല്ലെ. അപ്പൊ ചിലപ്പോ ഈ പേരുകൾ മാത്രം തന്നിട്ട് ഇവരില് മുഖ്യമന്ത്രി അല്ലാതിരുന്ന വ്യക്തി ആരാണെന്നുള്ളത് ചോദിക്കാനുള്ള ഒരു നമുക്കൊരു സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പോ പുതിയ ഇലക്ഷൻ ഒക്കെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ പഴയ മന്ത്രിമാരെ കുറിച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ആരാണ്? അടുത്തെന്ന് പറയുന്നത് നമ്മള് AK ആന്റണി വരെയല്ലേ പറഞ്ഞത്. ഓക്കെ, PK വാസുദേവൻ നായർ 78 to 79. മുഹമ്മദ് കോയ 79 to 79. EK നായനാർ. ഓക്കെ, EK നായനാർ 80 to 81. അടുത്ത ആരാണ്? കരുണാകരൻ. കരുണാകരൻ എത്ര കാലമായിരുന്നു? 81 മുതൽ 82 വരെ കേട്ടോ. 81 മുതൽ 82 വരെ. കരുണാകരൻ തന്നെ 82 മുതൽ 87 വരെയും ഭരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ EK നയനാരോ 87 മുതൽ 91 വരെ. കരുണാകരൻ 91 to 95. AKG 95 to 96. AK നായനാർ 96 to 2001. AK ആന്റണി 2001 to 2004. ഉമ്മൻചാണ്ടി 2004 to 2006. അച്യുതാനന്ദൻ എപ്പോഴാണ്? 2006 to 2011. ഓക്കെ, ഉമ്മൻചാണ്ടി എപ്പോഴാണ്? ഉമ്മൻചാണ്ടി 11 to 2016. ഓക്കെ, ശ്രീ പിണറായി വിജയൻ 2016 to 2021. സ്റ്റിൽ 2021 മുതൽ 2026 ഇവിടെ വരേണ്ടത്. ഇനിയിപ്പോ അടുത്ത ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാവുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ 1957 ശേഷമുള്ള 1957 to 2021 വരെയുള്ള മന്ത്രിസഭ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്തതിന് എന്താണ്? അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഗവർണർമാരാണ് കേട്ടോ. ഞാൻ ഹെഡിങ് കൊടുക്കാൻ മറന്നുപോയതാണ്. കേരളത്തിന്റെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? B രാമകൃഷ്ണ റാവു ആണ്. ആരാണ്? B രാമകൃഷ്ണ റാവു ആണ്. 1956 നവംബർ 26
2-ന്. രണ്ടാമത്തെ ആരാണ്? രണ്ടാമത്തെ എന്ന് പറയുന്നത് വി ഗിരിയാണ്, 1960 ജൂലൈ 1. മൂന്നാമത്തെ അജിത് പ്രസാദ് ജെയിൻ, 1965 ഏപ്രിൽ 2. ഓക്കെ. അപ്പോ 23-ാമത്തെ കേരളത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന ആരാണ്? സദാശിവമാണ് അല്ലെ, സദാശിവം. 24-ാമത്തെ കേരളത്തിന്റെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ 25-ാമത്തെ ഗവർണറായിട്ട് പുതുതായിട്ട് ചുമതലയേറ്റിരിക്കുന്ന വ്യക്തി ആരാണ്? രാജേന്ദ്ര അർലേക്കർ. ആരാണ്? രാജേന്ദ്ര അർലേക്കർ. 2024 ഡിസംബർ 24-നാണ് അദ്ദേഹം ചുമതല ഏൽക്കുന്നത്. ഓക്കെ. അപ്പോ രാജേന്ദ്ര അൽക്കറും അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും അവരുടെ ആ ഒരു എത്രാമത്തെ ആണ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 3 ആളെയും പഠിച്ചു വെക്കുക കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു 3 ആളെ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഞാൻ എടുത്തിട്ടില്ല, വെറുതെ അനാവശ്യമായിട്ട് കുറെ പഠിക്കണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് കേരള ഗവർണറുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഗവർണറുടെ വസതി അറിയപ്പെടുന്ന പേരെന്താണ്? രാജ് ഭവൻ. എന്താണ്? രാജ് ഭവൻ എന്നാണ് കേരള ഗവർണറുടെ വസതി അറിയപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ ആണെങ്കിലോ ക്ലിഫ് ഹൗസ് ആണ് കേട്ടോ, ക്ലിഫ് ഹൗസ് ആണ് അറിയപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയാണ് കണ്ടോൺമെന്റ് ഹൗസ്. എന്താണ്? കണ്ടോൺമെന്റ് ഹൗസ്. സ്പീക്കറുടെയാണ് നീതി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരളത്തിന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് PT ചാക്കോയാണ്. ആരാണ് കേരളത്തിന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? PT ചാക്കോ. രണ്ടാമത്തെ ആരാണ്? രണ്ടാമത്തെ എന്ന് പറയുന്നത് EMS ആണ്. രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവാണ് EMS. നിലവിൽ ആരാണ്? നിലവില് VD സതീശനാണ്, UDF അല്ലെ, VD സതീശൻ UDF. കൂടുതൽ കാലം ആരാണ്? കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് സഖാവ് VS അച്യുതാനന്ദൻ. ഓക്കെ. രാജ്യസഭയിൽ അംഗമായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? രാജ്യസഭ അംഗമായിട്ടുള്ള ആദ്യത്തെ മലയാളി വനിത എന്ന് പറയുന്നത് ലക്ഷ്മി N മേനോനാണ്. ലക്ഷ്മി N മേനോൻ. ആദ്യത്തെ മലയാളി ആരാണ്? അത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ്. ആദ്യത്തെ കവി ആരാണ്? ആദ്യത്തെ കവി എന്ന് പറയുന്നത് G ശങ്കരക്കുറുപ്പാണ്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. G ശങ്കരക്കുറുപ്പാണ് കേട്ടോ. അടുത്തത് കേരളത്തിന്റെ നമ്മുടെ ഗവർണർമാരെ കുറിച്ച്, വനിതാ ഗവർണർമാർ കേട്ടോ, വനിതാ ഗവർണർമാരെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എന്താണ്? ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് കേരളത്തിന്റെ? അത് ജ്യോതി വെങ്കടാചലമാണ്. ആരാണ്? ജ്യോതി വെങ്കടാചലമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഷീലാ ദീക്ഷിതാണ്. മൂന്നാമത്തെ ആരാണ്? ഫാത്തിമ ബീവി. കേരളത്തിന് 3 വനിതാ ഗവർണർമാരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. ആരൊക്കെയാണ്? ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ജ്യോതി വെങ്കടാചലമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഷീലാ ദീക്ഷിതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയാണ്. ഓക്കെ. കേരളത്തിന്റെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിന്റെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? NES രാഘവനാചാരി. ആരാണ്? NES രാഘവനാചാരിയാണ് കേരളത്തിന്റെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അപ്പൊ ആരാണ്? ഞാൻ പേരെഴുതാൻ വിട്ടുപോയതാണ്. ശ്രീമതി ശാരദാ മുരളീധരൻ IAS ആണ് കേട്ടോ. ഇപ്പോഴത്തെ കറന്റ്ലി നമ്മുടെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ശാരദ മുരളീധരൻ IAS ആണ്. അപ്പോ അവർക്ക് മുൻപിൽ ആരായിരുന്നു? അവർക്ക് മുൻപിൽ എന്ന് പറയുന്നത് വേണു. ഓക്കെ. വേണു V IAS ആയിരുന്നു. ഓക്കെ. വേണു V IAS ആയിരുന്നു അവർക്ക് മുമ്പെന്ന് പറയപ്പെടുന്നത്. ഓക്കെ. അടുത്ത എന്താണ്? നമ്മള് നമ്മുടെ 1957 57 2021 നമ്മുടെ ഇപ്പോഴത്തെ കറന്റ്ലി ഉള്ള നിയമസഭയിൽ ഇലക്ഷൻ നടന്നതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. എന്താണ് ഇലക്ഷൻ നടന്നത്? എന്നാണ് 2021 ഏപ്രിൽ 6-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത്. 74.6 ആയിരുന്നു വിജയ ശതമാനം എന്ന് പറയുന്നത്. 2021 മെയ് 2-ന് ഫലം വരികയും ചെയ്തു. ഓക്കെ. ഏപ്രിലിൽ ഇലക്ഷൻ കഴിഞ്ഞു, മെയ് 2-നാണ് ഫലം വന്നത്. നിലവിൽ കേരള നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 21 മന്ത്രിമാരാണ് ഇപ്പോൾ ഉള്ളത്. 16-ാമത്തെ തെരഞ്ഞെടുപ്പ് ഇമ്പോർട്ടന്റ് ആണ്. 15-ാം നിയമസഭ 16-ാമത്തെ തെരഞ്ഞെടുപ്പ്. ഓക്കെ. നിയമസഭയിൽ ഇപ്പോൾ 140 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് നിലവിലുള്ളത്. എത്രയാണ്? 140 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത് കേട്ടോ, നിലവിൽ ഉള്ളത്. ഓക്കെ. അടുത്ത എന്താണ്? 3 വനിതാ മന്ത്രിമാർ അല്ലെ. നമ്മൾ അപ്പോഴേ പറഞ്ഞു 3 വനിതാ മന്ത്രിമാർ, ചിഞ്ചുറാണി ബിന്ദു, അതുപോലെ തന്നെ നമ്മുടെ വീണ ജോർജ്. ഓക്കെ. ഇപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ എന്ന് പറയുന്നത്. പ്രായം കൂടിയ വ്യക്തി ആരാണ്? അത് PJ ജോസഫ് ആണ്. അദ്ദേഹത്തിന്റെ പ്രായം എത്രയാണ്? 79 വയസ്സാണ് കേട്ടോ. 79 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ. തൊടുപുഴയിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത വ്യക്തി ആരാണ്? അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് സച്ചിൻ ദേവാണ് പ്രായം കുറഞ്ഞ വ്യക്തി. ഓക്കെ. എത്ര വയസ്സാണ്? 27 വയസ്സാണ് കേട്ടോ. 27 വയസ്സ്. ബാലുശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവിടെ നിന്നാണ്? ബാലുശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അത് പറയുമ്പോൾ തന്നെ അടുത്തത് എന്താണ്?
നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്ലെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? VD സതീശനാണ്, UDF അല്ലെ. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ആരാണ്? അത് KK ശൈലജയാണ്. KK ശൈലജയാണ് ഭൂരിപക്ഷം നേടിയത്. ഓക്കെ, അപ്പോ ഇതിൽ ജയിച്ചത് LDF ആയിരുന്നു. LDF നേടിയ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 99 സീറ്റാണ് നേടിയത്. ഓക്കെ, 99 സീറ്റാണ് നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇന്ന് ഇത്രയാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ എഴുതാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ പറയാം. അതായത് കേരളത്തിൽ കുറച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കേരളത്തില് എത്ര തവണയാണ് രാഷ്ട്രപതി ഭരണം കേരളത്തില് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയാമോ? കേരളത്തില് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, അതായത് 7 തവണ കേരളത്തില് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്ര തവണയാണ്? 7 തവണ കേട്ടോ, 7 തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് എന്ന് പറയുന്നത് 1956-ലാണ്. എപ്പോഴാണ്? 1956-ലാണ്. രണ്ടാമത് എത്രയാണ്? രണ്ടാമത് 59-ലാണ്. രണ്ടാമത് എന്ന് പറയുന്നത് 59-ലാണ്. മൂന്നാമത് എന്ന് പറയുന്നത് 64-ലാണ്. എപ്പോഴാണ്? 64-ലാണ്. 64-ലാണ്. നാലാമത് എത്രയാണ്? 70-ലാണ്. 70. ഓക്കെ, 70-ലാണ് നാലാമത് എന്ന് പറയുന്നത്. അഞ്ചാമത് എപ്പോഴാണ്? അഞ്ചാമത് എന്ന് പറയുന്നത് 79-ലാണ്. 79-ല്. ഓക്കെ, അടുത്തത് എപ്പോഴാണ്? 81-ല്. 81-ല്. ഓക്കെ, അടുത്തത് 82-ല്. ടോട്ടല് 7 തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 56-ല് തുടങ്ങിയത് 57 വരെ നീണ്ടുനിന്നു. എപ്പോ നീണ്ടുനിന്നു? 56-ൽ തുടങ്ങിയത് 57 വരെ നീണ്ടുനിന്നു. 59-ല് തുടങ്ങിയത് 60 വരെ നീണ്ടുനിന്നു. എപ്പോഴാണ്? 60 വരെ നീണ്ടുനിന്നു. എഴുതാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കറക്റ്റ് ആവാത്തത്, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് 64-ല് തുടങ്ങിയത് എപ്പോഴാണ് അവസാനിച്ചത്? 67-ൽ അവസാനിച്ചു. 70-ല് തുടങ്ങിയത് എന്നാണ് അവസാനിക്കുന്നത്? അത് 70-ല് തന്നെ. ഓക്കെ, 70-ല് തന്നെ അത് അവസാനിച്ചു. 79-ല് തുടങ്ങിയത് എപ്പോഴാണ്? അത് 80-ലാണ് അവസാനിക്കുന്നത്. 80-ലാണ് അത് അവസാനിക്കുന്നത്. 81-ല് തുടങ്ങിയത് എപ്പോഴാണ് അവസാനിച്ചത്? 81-ല് തന്നെ അത് അവസാനിച്ചു. 81-ല് തന്നെ അത് അവസാനിച്ചു. അടുത്തത് 82-ല് തുടങ്ങിയത് 82-ല് തന്നെ അവസാനിച്ചു. അപ്പൊ രാഷ്ട്രപതി ഭരണം കേരളത്തിൽ ഏർപ്പെടുത്തുന്നത് 7 തവണയാണ് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഓക്കെ, ഇതില് ഞാൻ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം ഇമ്പോർട്ടന്റ് അല്ലാന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലില്ലാത്ത പോയിന്റ്സോ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന പോയിന്റ്സോ നിങ്ങളുടെ റാങ്ക് ഫയൽ വഴി നിങ്ങൾ റെഫർ ചെയ്യുക കേട്ടോ. ഇത് മാത്രം പഠിച്ചിട്ട് പോവരുത്. ഇത് നോക്കുക, പ്ലസ് ടെലിഗ്രാമിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കുക, യൂട്യൂബിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നോക്കുക. പിന്നെ നമ്മുടെ റാങ്ക് ഫയലും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണേ നമ്മളൊരു പഠിത്തത്തിലോട്ട്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലോട്ട് നമ്മൾ പോകാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മുടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടുണ്ടല്ലോ VVPAT. എന്താണ് VVPAT? ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ്? VVPAT എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ്? അത് 2016-ലാണ് കേട്ടോ. 2016-ലാണ് അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. 12 നിയോജക മണ്ഡലങ്ങളിൽ. എവിടെയാണ്? 12 നിയോജക മണ്ഡലങ്ങളിലാണ് കേരള നിയമസഭ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് VVPAT ഉപയോഗിക്കുന്നത്. ഓക്കെ, VVPAT ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതില് ഭൂപരിഷ്കരണ നിയമം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കേരള ഭൂപരിഷ്കരണ കമ്മീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് ഇതിൽ പറയുന്നില്ല. കാരണം നമ്മുടെ ഇനി നമുക്ക് കേരളത്തിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ, സുപ്രധാന നിയമങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഞാൻ ഒന്നിച്ച് പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ ഒന്നാം കേരള ഭൂപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1957-ലാണ് കേട്ടോ. കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ആരാണ്? രണ്ടാമത്തെ MK വെള്ളോടി 1965. MK വെള്ളോടി 1965. മൂന്നാമത്തെ ആണെങ്കിൽ EK നായനാർ 1997. നാലാമത്തെ ആരാണ്? VS അച്യുതാനന്ദൻ 2016. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ എന്താണ് ഹിസ്റ്ററിയുടെ ഭാഗത്തുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് നോക്കിയതിന് ശേഷം ഞാൻ അടുത്തത് ഏതാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരുവിധം ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാട്ടോ, അവിടെ കിട്ടും. അതുപോലെ എല്ലാം ഞാൻ ഓരോ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളാണെങ്കിലും എല്ലാം ഓരോ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. നല്ലോണം എഫേർട്ട് എടുത്തിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണുക കേട്ടോ. താങ്ക് യു സോ മച്ച്. നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം.